വെൽക്കം ടു ഈസി ക്ലാസ് ബൈ മൂസിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നോക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീൻ്റെ സെക്കൻഡ് സെമ്മായ ബികോം ആണ്. അപ്പോൾ അതിൽ മേജർ സബ്ജക്റ്റായി ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ് ഇന്ന് നോക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്നാമത്തെ മൊഡ്യൂൾ ജസ്റ്റ് കുറച്ച് പോർഷൻസ് മാത്രം കേട്ടോ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. കാരണം ഇത് ഞാനൊരു ക്രാഷ് കോഴ്സ് ആയിക്കൊണ്ടാണ് ഈ കോഴ്സ് എടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഇൻഫർമേഷൻ തരാൻ വേണ്ടി മാത്രമാണ് ഒരു വീഡിയോ ജസ്റ്റ് ആ ക്ലാസ്സിൻ്റെ ഒരു വീഡിയോ ഇടണത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ക്ലാസ് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ ഞാൻ അവിടെ കൊടുത്തേക്കണം, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ റെക്കോർഡ് ക്ലാസ്സസ് ആയിരിക്കും. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും കണ്ണൂർ യൂണിവേഴ്സിറ്റിയും അതേപോലെ MG യൂണിവേഴ്സിറ്റിയും മെയിൻ ആയിക്കാണ്ടില്ല കോഴ്സാണ് എടുക്കുന്നത്, മേജർ കോഴ്സാണ് എടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഒന്നാമത്തെ മൊഡ്യൂളാണ് സിംഗിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. അപ്പോൾ എന്താണ് ഈ സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് നോക്കാം. അപ്പോൾ സിംഗിൾ എൻട്രി സിസ്റ്റം ഈസ് എ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് വിച്ച് ഡസ് നോട്ട് ഫോളോ ദ ഡബിൾ എൻട്രി സിസ്റ്റം. അതായത് അപ്പോൾ ഡബിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യാത്ത അക്കൗണ്ടിങ് സിസ്റ്റം ആണ് സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഡബിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ റോള്, പ്രൊസീജിയർ, പ്രിൻസിപ്പിൾ ഒന്നും നോക്കാത്ത ഒരു അക്കൗണ്ടിങ് സിസ്റ്റമാണ് സിംഗിൾ എൻട്രി സിസ്റ്റം. അതുകൊണ്ട് സിംഗിൾ എൻട്രി സിസ്റ്റം ഇൻകംപ്ലീറ്റ് ആണ്. അപ്പോൾ സിംഗിൾ എൻട്രി സിസ്റ്റം പഠിക്കുന്നതിൻ്റെ മുമ്പ് എന്താണ് ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പഠിക്കാട്ടോ, എന്നാലേ നമുക്ക് സിംഗിൾ എൻട്രി സിസ്റ്റം എന്താണെന്ന് മനസ്സിലാവല്ലോ. അതായത് അക്കൗണ്ടിങ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നതിനുള്ള ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്തിട്ടാണ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യൽ. അപ്പോൾ ഇതിനെയാണ് ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യാത്തതാണ് സിംഗിൾ എൻട്രി സിസ്റ്റം. അപ്പോൾ ഡബിൾ എൻട്രി സിസ്റ്റത്തിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അപ്പോൾ ഒരു ഷോപ്പിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. അപ്പോൾ ഇവിടെ രണ്ട് ആക്സെപ്റ്റ് ആണ് ഉള്ളത്. അപ്പോൾ ഒന്നാമത്തെ ഗീവിങ് ആക്സെപ്റ്റും രണ്ടാമത്തെ റിസീവിങ് ആക്സെപ്റ്റും. അപ്പോൾ അതിൽ ഒന്നാമത്തേതായ ഗീവിങ് ആക്സെപ്റ്റ് എന്നാൽ വാങ്ങിയതിന് ക്യാഷ് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഗീവിങ് ആക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ റിസീവിങ് ആക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് ഗുഡ്സ് അല്ലെങ്കിൽ സാധനം കിട്ടുന്നത്. അപ്പോൾ ഇതേപോലെ രണ്ട് ആക്സെപ്റ്റ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്നത് അക്കൗണ്ടിങ് സിസ്റ്റമാണ് ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് സിംഗിൾ എൻട്രി സിസ്റ്റം എന്താണെന്ന് നോക്കാം. അപ്പോൾ ഡബിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യാത്തതാണ് നമ്മൾ ഓൾറെഡി ഇപ്പോൾ നമ്മൾ നോക്കിയല്ലേ, അതേപോലെ അപ്പോൾ ഇത് ഇൻകംപ്ലീറ്റ് ആണ്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അപ്പോൾ ഒരു ചെറിയ ഷോപ്പ്, അവിടെ കണക്കുകളെല്ലാം ഒരു ബുക്കിലാണ് എഴുതുക. അപ്പോൾ കണക്ക് അറിയില്ലെങ്കിൽ പോലും എഴുതി വെക്കും. അപ്പോൾ ഇതാണ് അപ്പോൾ സിംഗിൾ എൻട്രി അപ്പോൾ സിസ്റ്റത്തിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിലെന്താണ് ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് പ്രിൻസിപ്പിൾ നോക്കിയ കാര്യങ്ങൾ നോക്കിയ ഒന്നുമില്ല. അപ്പോൾ ഒരാളിപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് മേടിച്ച് വെച്ചാൽ ജസ്റ്റ് എന്തുണ്ടാവല്, ഒരു ക്യാഷ് ബുക്ക് ഉണ്ടാവും. അപ്പോൾ അതാണ് സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിൽ മെയിൻ ആയിക്കാണ്ട് ഡെപ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് ആയ അക്കൗണ്ട്സ് ആണ് മെയിൻറ്റെയിൻ ചെയ്യൽ. അപ്പോൾ പിന്നെ ക്യാഷ് ബുക്കും മെയിൻറ്റെയിൻ ചെയ്യും. ബട്ട് ഇറ്റ് ഈസ് മിക്സ്ഡ് അപ്പോൾ ബൈ ബോത്ത് ബിസിനസ് ട്രാൻസാക്ഷൻ ആൻഡ് പേഴ്സണൽ ട്രാൻസാക്ഷൻ. അതായത് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ ബിസിനസ് ട്രാൻസാക്ഷനും അതേപോലെ പേഴ്സണൽ ട്രാൻസാക്ഷൻ മിക്സ്ഡ് ആയിട്ടാണ് വെക്കൽ. അതുപോലെ റിയൽ അക്കൗണ്ടും നോമിനൽ അക്കൗണ്ടും നോക്കൂല. അപ്പോൾ ഇതിനെ കറക്റ്റ് വേ പ്രിൻസിപ്പിൾ ഒന്നും ഫോളോ ചെയ്യാത്തതാണ് അപ്പോൾ സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെ നോക്കാത്തത്, റിയൽ അക്കൗണ്ടും അതേപോലെ നോമിനൽ അക്കൗണ്ട്സ് ഒന്നും ഈ ഒരു അപ്പോൾ സിസ്റ്റത്തിൽ നോക്കൂല. അപ്പോൾ കാരണം ഒരു ജസ്റ്റ് ഒരു കണക്കായിരിക്കും, വല്ലാതെ പ്രിൻസിപ്പിൾ ഒന്നും നോക്കാത്തതാണ് സിംഗിൾ എൻട്രി സിസ്റ്റം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ ഇനി കോഹിലറിൻ്റെ അപ്പോൾ ഡെഫിനിഷൻ നോക്കാം. അപ്പോൾ അക്കോർഡിംഗ് ടു കോഹിലർ, a single entry system is a system of bookkeeping in which as a rule only records of cash and personal accounts are maintained. അതായത് കോഹിലർ പറയുന്നത് ഈ ഒരു സിംഗിൾ എൻട്രി സിസ്റ്റം അപ്പോൾ ഒരു ബുക്ക് കീപ്പിംഗ് ആണ് എന്നതാണ്. അപ്പോൾ ഇവിടെ ക്യാഷ് അക്കൗണ്ടും പേഴ്സണൽ അക്കൗണ്ടും മാത്രമാണ് നോക്കുന്നത്. അതുകൊണ്ട് ഇത് ഒരു ഇൻകംപ്ലീറ്റ് ഓഫ് അക്കൗണ്ടിങ് ആണ്. അപ്പോൾ അതേപോലെ സിംഗിൾ എൻട്രി സിസ്റ്റത്തിനെ അക്കൗണ്ട്സ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് എന്നും പറയാറുണ്ട്. അപ്പോൾ സിംഗിൾ എൻട്രി സിസ്റ്റത്തിനെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അപ്പോൾ സിംഗിൾ എൻട്രി സിസ്റ്റം എന്താണ് എന്ന് നോക്കിയത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം.
അപ്പോൾ അതിൽ ഒന്നാമത്താണ് ടു റെക്കോർഡ് ബിസിനസ് ട്രാൻസാക്ഷൻസ്, അതായത് സിംഗിൾ ഓർ ഡബിൾ എൻട്രി സിസ്റ്റം ആയാലും ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്നാൽ ബിസിനസ്സിൽ വരുന്ന ട്രാൻസാക്ഷൻ ഒക്കെ റെക്കോർഡ് ചെയ്യലാണ്. അപ്പോൾ രണ്ടാമത്തെ ഒബ്ജക്റ്റ് ആണ് ടു ഓപ്പൺ അക്കൗണ്ട്സ് ആൻഡ് ടു ഒബ്റ്റെയിൻ ദ ബാലൻസസ്, അതായത് അക്കൗണ്ട്സ് ഓപ്പൺ ചെയ്യുക, അതായത് ക്യാഷ് അക്കൗണ്ട്, ഡെബിറ്റ് അക്കൗണ്ട്, ക്രെഡിറ്റ് അക്കൗണ്ട്, ഇതിൻ്റെ ഒക്കെ ബാലൻസ് എത്രയാണ്, അതായത് ക്യാഷ് കിട്ടാനുള്ളയുടെ കണക്ക് ഒക്കെ മനസ്സിലാക്കലാണ് ഈ അക്കൗണ്ട്. ഇനി മൂന്നാമത്തെ ഒബ്ജക്റ്റ് ആണ് ടു പ്രിപ്പയർ എ ട്രയൽ ബാലൻസ്, അതായത് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുക. ഇനി നാലാമത്തെ ഒബ്ജക്റ്റ് ആണ് ടു അസർട്ടൈൻ ദ പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് എ ബിസിനസ്, അതായത് ഒരു ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ അസർട്ടൈൻ ചെയ്യുക. അപ്പോൾ ചെയ്യാൻ വേണ്ടി സിംഗിൾ എൻട്രി സിസ്റ്റം ഉപയോഗിക്കുന്നു. ഇനി അഞ്ചാമത്താണ് ടു അസർട്ടൈൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ബിസിനസ്, അതായത് ഒരു ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കാൻ വേണ്ടി സിംഗിൾ എൻട്രി സിസ്റ്റം ഉപയോഗിക്കുന്നു. ബട്ട് വളരെ കറക്റ്റ് ആവണമെന്നില്ല, കാരണം ഇതിന് കറക്റ്റ് ആയിക്കാണ്ട് ഡബിൾ എൻട്രി സിസ്റ്റത്തിന് പോലെയല്ല സിംഗിൾ എൻട്രി സിസ്റ്റം, അതും കൂടി മനസ്സിലാക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒബ്ജക്റ്റീവ്സിൽ വരുന്നത്. ഇനി നമുക്ക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ അപ്പോൾ സിംഗിൾ എൻട്രി സിസ്റ്റത്തിന് പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആട്ടോ, അതൊന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുതരാണേ. അപ്പോൾ അതിൽ ഒന്നാമത്തതാണ് ഇറ്റ് ഡസ് നോട്ട് ഫോളോ സ്ട്രിക്റ്റ് ഡബിൾ എൻട്രി സിസ്റ്റം, അതായത് ഡബിൾ എൻട്രി സിസ്റ്റത്തിനെ ഫോളോ ചെയ്യാത്തതാണ് എന്ത് സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. രണ്ടാമത്തത് എന്താണ് ഇൻകംപ്ലീറ്റ് ആണ്, അതിന് കറക്റ്റ് ആയിക്കൊണ്ട് വേഗം കാര്യമൊന്നുമില്ല, അങ്ങനത്തെ ജസ്റ്റ് ഒരു ബുക്ക് കീപ്പിംഗ് മാത്രമാണ് അപ്പോൾ സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറഞ്ഞത്. പിന്നെ അതിൽ മൂന്നാമത്തെന്ന് പറഞ്ഞാൽ ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് കംപ്ലീറ്റ് പിക്ചർ ഓഫ് ഈച്ച് ആൻഡ് എവറി ട്രാൻസാക്ഷൻ, അതായത് കറക്റ്റ് ആയിക്കാൻ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് പിക്ചറൊന്നും ആവില്ല തരുന്നത്. അപ്പം അതിനെയാണ് അപ്പോൾ ഡിഫക്റ്റീവ് ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറഞ്ഞത്. കാരണം കംപ്ലീറ്റ് അല്ലാത്തത്, കാരണം കറക്റ്റ് വേഗിലാവില്ല, പ്രിൻസിപ്പിളൊന്നും ഫോളോ ചെയ്തിട്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ട്രാൻസ്ലേഷനൊക്കെ പറഞ്ഞത്. പിന്നെ അതിൽ നാലാമത്തതാണ് ഇത് മെയിൻറ്റെയിൻസ് പേഴ്സണൽ അക്കൗണ്ട്സ് ആൻഡ് ക്യാഷ് അക്കൗണ്ട്സ്. അപ്പോൾ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്താണ്, പേഴ്സണൽ അക്കൗണ്ടും പിന്നെ ക്യാഷ് അക്കൗണ്ടാണ്. പിന്നെ അതിനെ നോക്കാത്ത അക്കൗണ്ടാണ് റിയലും അതേപോലെ നോമിനൽ അക്കൗണ്ട്സും. അപ്പം ഇത് ഒഴിവാക്കിയ അക്കൗണ്ട്സാണ്, അത് രണ്ടും സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ നോക്കാറില്ല. അപ്പോൾ ഇത്ര മാത്രമേ ഞാൻ ഇപ്പോൾ ഇന്ന് എടുക്കണുള്ളൂ. ബാക്കി ഇതിന് നോട്ട്സോ എന്തെങ്കിലും ആണെങ്കിൽ നിങ്ങൾക്ക് ആ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാം. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞു തരാം. പിന്നെ അതേപോലെ തന്നെ ഇത് ഞാൻ പ്രിപ്പയർ ചെയ്ത നോട്ടാണ്, ഇതിൻ്റെ എല്ലാ മൊഡ്യൂളിൻ്റെ നോട്ടും എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്ത നോട്ട്സൊക്കെ പ്രൊവൈഡ് ചെയ്ത് തരുന്നതാണ് കേട്ടോ.